അപ്പോൾ കെ എം മാണി സാർ പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് വളരും തോറും പിളരുമെന്ന്. നമ്മളത് കേരളത്തിലെ കുടുംബ ബിസിനസ്സുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ കേരളത്തിലെ കുടുംബ ബിസിനസ്സുകളും വളരും തോറും പിളരും. കേരള കോൺഗ്രസുമായിട്ട് നമ്മൾ കേരളത്തിലെ കുടുംബ ബിസിനസ്സുകളെ താരതമ്യം ചെയ്യും. പക്ഷേ ഞാനത് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് നമ്മളിപ്പോൾ ഈ കൊക്കക്കോള ലോകത്തിലൊരു ഫേമസ് ബ്രാൻഡ് അല്ലേ. കൊക്കക്കോള ഒരു മലയാളി കമ്പനി ആയിരുന്നു എന്ന് നമ്മൾ ധരിക്കുക. അതിനും ഇതുപോലെ ഒരു 3-4 പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഒരു ഹാഫ് എ ഡസൻ ബ്രദേഴ്സോ എല്ലാം കൂടി ഓൺ ചെയ്തൊരു കമ്പനി അത് വളർച്ചയുടെ ഒരു ഉന്നതിയിലെത്തി. അത് കഴിയുമ്പോൾ ആ ബിസിനസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ പാർട്ട്നേഴ്സിനും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ ബ്രാൻഡ് നെയിമിനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അവരെല്ലാം ഇൻഡിവിജ്വലായിട്ട് ആ ബ്രാൻഡിനെ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ കേരളത്തിലായിരുന്നു കൊക്കക്കോള എങ്കിൽ അതൊരു ഫാമിലി ബിസിനസ് ആയിരുന്നെങ്കിൽ അതൊരു കൂട്ട് ബിസിനസ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് റീബ്രാൻഡ് ചെയ്യപ്പെടുക 5-6 പാർട്ട്നേഴ്സ് വന്ന് അവരെല്ലാവരും ആ ബ്രാൻഡിനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ധാരണയിൽ നീങ്ങിയാൽ ഒരുപക്ഷെ നമുക്ക് കൊക്കക്കോള, ഷിഹാബ് കൊക്കക്കോള, അല്ലെങ്കിൽ ചാക്കോ കൊക്കക്കോള, തോമസ് കൊക്കക്കോള, അനിൽ കൊക്കക്കോള, ഷീല കൊക്കക്കോള, ഇങ്ങനെയുള്ള കൊക്കക്കോളകൾ ഉണ്ടാകും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ അല്ലെങ്കിൽ അത് പിന്നീട് എന്ത് പറയും, നീല ഷീല കൊക്കക്കോള അല്ലെങ്കിൽ ചുവപ്പ് ചാക്കോ കൊക്കക്കോള എന്ന് പറയേണ്ട രീതിയിലേക്ക് നമ്മളെ ബ്രാൻഡ് മാറും. സത്യത്തിൽ ഇത്രയും വലിയ ടേൺ ഓവറുള്ളൊരു ബ്രാൻഡ്, ആ ബ്രാൻഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി ആ ബ്രാൻഡിനെ വളർത്താം. ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഇപ്പോൾ ഏറ്റവും പഴയ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സെയിൻറ്റ് ജോർജ് കൂടെയായിരുന്നു, ഷീല കൂടെയായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ആ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അതേ കൂടെ തന്നെ തുന്നി അമ്മച്ചി ഷീലയൊക്കെ പൊട്ടി പോയിട്ടുണ്ട്, തുന്നിയൊക്കെ തന്നിട്ട് നമ്മൾ ആ കൂടെയായിട്ടൊക്കെ പോയിട്ടുണ്ട്. ആ ബ്രാൻഡ് എൻ്റെ ചെറുപ്പത്തിലാകൊണ്ട് ആ സെയിൻറ്റ് ജോർജിൻ്റെ സിമ്പിൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ ബ്രാൻഡ് സ്പ്ലിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു പോപ്പീസും ജോൺസണും ഒരു 2 ബ്രാൻഡായിട്ട് പോയി. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ സെയിൻറ്റ് ജോർജ് എന്ന് കൂടി പ്രീഫിക്സ് ചെയ്തിരുന്നില്ല. സെയിൻറ്റ് ജോർജ് പോപ്പി അല്ലെങ്കിൽ സെയിൻറ്റ് ജോർജ് ജോൺസൺ കുറച്ചുകൂടി കൺഫ്യൂഷനാണ്. അപ്പോൾ അത് ഒരു പിന്നെ നമ്മൾ ബ്രാൻഡിനെ കാണുന്ന ഒരു കലൈഡോസ്കോപ്പിലൂടെ നമ്മൾ ബ്രാൻഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആ രീതിയിലേക്ക് ബ്രാൻഡ് പെടും. കേരളത്തിലെ കുടുംബ ബിസിനസ്സുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എനിക്ക് തോന്നുന്നത് ഈ ബ്രാൻഡ് ക്ലോണിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും. പക്ഷെ നമ്മുടെ കേരളത്തിലെ ബ്രാൻഡുകൾ എല്ലാം ഒരു ക്ലോൺസ് ഓൺ കൺട്രി എന്ന് പറയാം. കേരളത്തിലെ ബ്രാൻഡുകൾ ഒരേ ബ്രാൻഡിൻ്റെ പേരിൽ നിരവധി ബ്രാൻഡുകൾ ഉണ്ടാവും. കൺസ്യൂമറുടെ മനസ്സിൽ ഇത് ജോസാണോ ചാക്കോയാണോ തോമസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അവർ കേട്ട് പഴകിയ ഒരു ബ്രാൻഡ് നെയിം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ബ്രാൻഡുകൾ നമ്മൾ എത്ര ഹോർഡിങ് വെച്ചാലും, എത്ര ടി വി പരസ്യം ചെയ്താലും, എത്ര പത്ര പരസ്യം ചെയ്താലും, റേഡിയോ ചെയ്താലും ഇതൊന്നും ആൾക്കാരുടെ മനസ്സിലേക്ക് വരില്ല. കാരണം ബ്രാൻഡ് ബാറ്റിൽസ് ആർ ഫോർട്ട് ഇൻസൈഡ് എ മെൻ്റൽ ടെറൈൻ. അപ്പോൾ നമ്മൾ ബ്രാൻഡിനെ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് ആൾക്കാരുടെ മെൻ്റൽ ടെറൈനിലാണെങ്കിൽ അതിന് വേറെ രീതികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളത് പുറത്ത് കേരളത്തിന് വെളിയിലോ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു കോ എക്സിസ്റ്റിങ് കാണാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ ഈ നമ്മുടെ വീട്ടുപേരിനെ ഓർത്ത് നമ്മൾ കൂടുതൽ അഭിമാനികളാണ്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുപേര് വിട്ടുകളയാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് അതൊരു വലിയൊരു കോർപ്പറേഷനാക്കി മാറ്റിയിട്ട് എല്ലാവരും അതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണായിട്ട് മാറി ഒരു കമ്പനിയായിട്ട് മാറുവാണെങ്കിലും അത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു ബ്രാൻഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം അബദ്ധങ്ങൾ പലപ്പോഴും വിവേകമതിയായിട്ടുള്ള മലയാളികൾ കാണിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ മുത്തൂറ്റ് തന്നെ നിരവധി മുത്തൂറ്റുകളുണ്ട്. ഇപ്പോൾ ആലുക്കാസിന് എടുത്താൽ ജോയ് ആലുക്ക, ജോസ് ആലുക്ക, പോൾ ആലുക്ക, ആൻഡോ ആലുക്ക, അങ്ങനെ നമ്പർ ഓഫ് ആലുക്കാസ് ഉണ്ട്. ഇപ്പോൾ ചന്ദ്രൻ നന്ദലത്ത്, ഗോപു നന്ദലത്ത്, അല്ലെങ്കിൽ ജോർജ് പാപ്പച്ചൻ, ജോർജ് മുത്തൂറ്റ്, പാപ്പച്ചൻ മുത്തൂറ്റ്, അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഓൾറെഡി നമ്മുടെ മുന്നിലുണ്ട്. അത് അവരെല്ലാം അവരുടെ ഫാമിലി നെയിമിനോട് വളരെയധികം ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നതുകൊണ്ടാണ് ആ ഫാമിലി നെയിം വേണം എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കൊണ്ടാണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ ബ്രാൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. പക്ഷേ കൺസ്യൂമറുടെ മനസ്സിൽ നമുക്ക് ബ്രാൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കൺസ്യൂമറുടെ മനസ്സിൽ നമുക്ക് ബ്രാൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തോളം കൺസ്യൂമർക്ക് ആ ഫാമിലി നെയിമാണ് കൺസ്യൂമറുടെ മനസ്സിലിരിക്കുക. നമ്മൾ പിന്നെ ആ പരസ്യത്തിൻ്റെ അവസാനം ഞാൻ ചുവപ്പാണെന്നും എടുത്തു വരണം, അല്ലെങ്കിൽ അടുത്ത ആൾ ഞാൻ നീലയാണ് അല്ലെങ്കിൽ ഞാൻ പച്ചയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. എന്നാലും ബ്രാൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കേരളത്തിലായിട്ട് മാത്രം കാണുന്ന, മറ്റു സ്ഥലങ്ങളിൽ ഞാൻ അധികം കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ബ്രാൻഡുകൾ, കേരളത്തിലെ കുടുംബ ബിസിനസ്സുകൾ നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ബ്രാൻഡ് ക്ലോണിങ്.
ഈ ബ്രാൻഡ് ക്ലോണിങ്ങിന് നമ്മളൊരു റിപ്യൂട്ടഡ് ബ്രാൻഡാണെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ബ്രാൻഡായിട്ട് പോകാൻ പറ്റും, ഒരു ഇൻഡിവിജ്വൽ ബ്രാൻഡായിട്ട് നമുക്ക് പോകാൻ പറ്റും. ആ ബ്രാൻഡിനെ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്ത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസും കുറേയധികം കാര്യങ്ങളും ഒക്കെ വേണം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരു വലിയൊരു പ്രതിസന്ധിയാണ്.